ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ചിക്കൻ സോസേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ സോസേജ്, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഫ്രൈഡ് റൈസിനും പിന്നെ അതുപോലെ പൊറോട്ട, ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുക്കിംഗ് പ്രോസസ്സാണ്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സീസണിങ് സോസ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുക. ആപ്പിൾ സിഡർ വിനീഗറോ വൈറ്റ് വിനീഗറോ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതാണ് ഗ്രേവി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് 1 കപ്പ് വെള്ളം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 സോസേജാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാം ഉണ്ടാവും. ഇത് നമുക്ക് 3 ആക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നടുവേ 2ആയിട്ട് പിളർന്നിട്ട് പിന്നെ വീണ്ടും കട്ട് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒത്തിരി അങ്ങോട്ട് ഡാർക്കാക്കി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റ് കളറിൽ ഒരു യെല്ലോ കളർ ആകുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ സോസേജൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ബാക്കി ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുക. അതിനുശേഷം 1 തക്കോലം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വലുതായി ചോപ്പ് ചെയ്ത സവാള 1 ചേർത്ത് കൊടുക്കാം. 1 സവാള വലുതായി ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 മീഡിയം വലിപ്പത്തിലുള്ള 1 ക്യാപ്സിക്കം കൂടി ഇതുപോലെ തന്നെ വലുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ക്യാപ്സിക്കം കൂടുതൽ അങ്ങോട്ട് വെന്ത് പോകണ്ട. നമ്മളിനി സീസണിങ് സോസ് ചേർക്കുമ്പോൾ അതിൽ കിടന്നും കുറച്ച് നേരം വേകാനുള്ളതാണ്. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സീസണിങ് സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. തുറന്ന് വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്, അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും, നല്ല ഗ്ലേസിങ് ഒക്കെ വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് 2 മിനിറ്റ് ഈ സോസിൽ കിടന്ന് ഈ സോസേജ് നന്നായിട്ടൊന്ന് കുക്കാകണം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കോളം ഒന്ന് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യാം.
അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചേർക്കാം. സ്പ്രിംഗ് അണിയൻ, കോറിയാൻഡർ ലീവ്സ് അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് ചേർക്കാം. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു സൈഡ് ഡിഷാണിത്. ഇത് ഫ്രൈഡ് റൈസിനും ചപ്പാത്തി, പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വളരെ കുറച്ച് സമയം മതി, നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്വീറ്റ് ആൻഡ് സോറ് ചിക്കൻ സോസേജ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.